ഇടുക്കിയിലെ ഓഫ് റോഡ് ജീപ്പ് സഫാരിക്ക് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ ഭരണകൂടം. DTPCയുടെ മേൽനോട്ടത്തിൽ കേന്ദ്രീകൃത ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. നിരക്കും ഓരോ ജീപ്പിൽ യാത്ര ചെയ്യേണ്ട സഞ്ചാരികളുടെ എണ്ണവും നിജപ്പെടുത്തും. ഡ്രൈവറെ കൂടാതെ പരമാവധി 7 ആളുകൾ മാത്രം ഒരു ജീപ്പിൽ എന്നതാണ് മാനദണ്ഡങ്ങളിൽ പ്രധാനപ്പെട്ടത്. കൂടുതൽ വിവരങ്ങളുമായി ആൽബിൻ തോമസ് ചേർന്നു. ആൽബിൻ, അവിടെ ദിവസങ്ങളായിട്ട് വലിയൊരു പ്രശ്നമായിരുന്നു അത്. ഈ മാനദണ്ഡങ്ങൾ ജീപ്പ് സഫാരി ഏർപ്പെടുത്തുന്ന ആളുകൾക്ക് കൂടെ അംഗീകരിക്കാവുന്നതാണോ? എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? സനീഷ, കഴിഞ്ഞ 5-ാം തീയതിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ജില്ലാ കളക്ടർ അത്തരത്തിൽ ഉത്തരവിറക്കിയിരുന്നത്. കഴിഞ്ഞ 5-ാം തീയതി മുതൽ ഈ ഓഫ് റോഡ് ജീപ്പ് സഫാരികൾ നിരോധനം ഏർപ്പെടുത്തിയാണ് ഉത്തരവിറക്കിയിരുന്നത്. പക്ഷേ അതിന് 10 ദിവസം സമയം നൽകിക്കൊണ്ട് അതത് ലോക്കൽ ബോഡീസിൽ പഞ്ചായത്തുകളുടെയും അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളുടെയും നേതൃത്വത്തിൽ നിലവിലുള്ള ജീപ്പ് സഫാരികൾ ഓടുന്ന ജീപ്പുകളുടെ മുഴുവൻ സർട്ടിഫിക്കറ്റുകളും വെരിഫൈ ചെയ്തുകൊണ്ട് തുടർന്ന് നടത്താമെന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചില തീരുമാനങ്ങളിലേക്ക് ജില്ലാ കളക്ടർ എത്തിയിട്ടുള്ളത്. DTPCയുടെ മേൽനോട്ടത്തിൽ കേന്ദ്രീകൃത ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തുക എന്നതാണ് പ്രധാനമായും ഇതിൽ വരുത്തിയിരിക്കുന്ന ഒരു മാറ്റം. നിരക്കും ഓരോ ജീപ്പിലെ യാത്ര ചെയ്യേണ്ട സഞ്ചാരികളുടെ എണ്ണവും നിജപ്പെടുത്തും. ഡ്രൈവറെ കൂടാതെ പരമാവധി 7 ആളുകൾ മാത്രമാണ് ഒരു ജീപ്പിൽ സഞ്ചരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ജീപ്പുകൾ ഓടുന്ന സ്ഥലങ്ങൾ രാവിലെ 4 മുതൽ വൈകിട്ട് 6 വരെ മാത്രമാണ് ഈ ഓഫ് റോഡ് സഫാരി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. റൂട്ടിന്റെ ദൈർഘ്യം അനുസരിച്ച് ഓരോ ജീപ്പിനും പരമാവധി ഒരു ദിവസം 2 ട്രിപ്പ് മാത്രമാകും നടത്താൻ കഴിയുക. അംഗീകൃത ഓഫ് റോഡ് പാതകളിൽ മറ്റ് സ്വകാര്യ വാഹനങ്ങൾ പ്രവേശിക്കരുതെന്നുള്ളൊരു പ്രധാനപ്പെട്ട ക്ലോസ് കൂടി ഇതിലുണ്ട്. ഇതിലൊക്കെയും മാറ്റം വരുത്തുകയോ ഇതിലൊക്കെ വയലേഷൻ നടത്തുകയോ ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായ നിയമ നടപടി നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഉത്തരവിൽ പറയുന്നത്. ആദ്യ നിയമ നടപടിയിൽ ആദ്യമായി ഇതിൽ പിഴവ് വന്നാൽ അത് താക്കീത് നൽകുകയും 2ാം 3ാം തവണയാണെങ്കിൽ അത് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള വാഹനത്തിന്റെ പെർമിറ്റ് റദ്ദാക്കുന്ന അടക്കമുള്ള നിർദ്ദേശങ്ങളും ഇതിൽ വെച്ചിട്ടുണ്ട്. തുടർന്നുള്ള മണിക്കൂറുകളിൽ യൂണിയനുകൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, ഇതിൽ തൊഴിലെടുക്കുന്ന ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത വരും. ഏതായാലും കൃത്യമായ ഒരു മാനദണ്ഡമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഈ ജീപ്പ് സഫാരിയിലും ഓഫ് റോഡ് സഫാരിയിലും ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശരി, നന്ദി ആൽവിൻ വിവരങ്ങൾക്ക്.